നമസ്കാരം. കലിംഗ സൗഹൃദ നാടകവും പാടി അവസാനം സുരേഷ് ഗോപിയെ മാധ്യമങ്ങളൊക്കെ എടുത്ത് ഒട്ടിച്ചിട്ടും യാതൊരു രീതിയിലുള്ള നാണവുമില്ലാതെ കലിംഗിന്റെ മുകളിൽ വന്നിരുന്ന സുരേഷ് ഗോപിയുടെ കഥാപ്രസംഗം വീണ്ടും തുടരുകയാണ്. സുഹൃത്തുക്കളെ, വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. സുരേഷ് ഗോപി വേലായുധൻ ചേട്ടന്റെ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയൊരു ന്യായീകരണ ക്യാപ്സ്യൂളുമായി ഇന്ന് കലിംഗിന്റെ മുകളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണം ആദ്യം ഒന്ന് കേൾക്കാം. അവിടെ ഇവിടെയും തെന്നിയും തെറിച്ച് കിടക്കുന്ന ചില കൈപ്പിഴകളൊക്കെ എടുത്ത് ചൂണ്ടിക്കാണിച്ച് ഈ തീപ്പന്തം തീഗോളം കെടുത്താമെന്ന് ഒരുത്തനും വിചാരിക്കണ്ട, നടക്കില്ല കേട്ടോ. അതിനൊക്കെയുള്ള ചങ്കുറപ്പ് ഭരചന്ദ്രൻ ഉണ്ടെങ്കിൽ അത് സുരേഷ് ഗോപിക്ക് ഉണ്ട്. ഒരു കൈപ്പിഴ പറ്റിയെന്നാണ് സുരേഷ് ഗോപി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. സുരേഷ് ഗോപിക്ക് പറ്റിയത് കൈപ്പിഴയാണോ എന്ന് പരിശോധിച്ചാൽ അല്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും. വേലായുധൻ എന്ന് പറയുന്ന ഒരു ചേട്ടൻ ഒരു നിവേദനം അദ്ദേഹത്തിന്റെ MP-ക്ക് കേന്ദ്രമന്ത്രിക്ക് നൽകുകയാണ്. സുരേഷ് ഗോപി ആ ഒരു നിവേദനം മേടിച്ച് തുറന്നു പോലും നോക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഉടനെ തന്നെ പറയുന്നു, ഇത് എന്റെ പണിയല്ല എന്ന് പറഞ്ഞ് ആട്ടി ഓടിക്കുകയാണ്. ആക്ഷേപം നേരിട്ട ആ പാവം വേലായുധൻ ചേട്ടന്റെ മുഖത്ത് നമ്മളൊക്കെ കണ്ട സങ്കടം ഇപ്പോഴും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തളം കെട്ടി കിടക്കുകയാണ്. അദ്ദേഹത്തിന്റെ മുഖത്ത് കണ്ട ആ നിരാശ, അത് നമുക്കിപ്പോഴും മറക്കാൻ കഴിയുന്നില്ല. അങ്ങനെ മൊത്തത്തിൽ സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്ന് വളരെ മോശമായിട്ടുള്ള ഒരു ഇടപെടലാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. അങ്ങനെ സങ്കടപ്പെട്ട് വേലായുധൻ ചേട്ടൻ നടന്നു നീങ്ങുമ്പോൾ വേലായുധൻ ചേട്ടന്റെ തൊട്ടടുത്ത് തന്നെ വേറൊരു വയോധികനും ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിൽ എന്തോ കത്തിരിക്കുന്നുണ്ട്, വല്ല നിവേദനം വല്ലതും ആയിരിക്കും. ഇത് കണ്ട് പേടിച്ചിട്ട് ആ പാവവും ആ നിവേദനം പതിയെ ബാക്കിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട്. സുരേഷ് ഗോപി എന്ന് പറയുന്ന ഈ കേന്ദ്രമന്ത്രിക്ക് സ്വാഭാവികമായും ഇത്തരം വിഷയത്തിൽ ഇടപെടാൻ കഴിയില്ലേ എന്ന് പരിശോധിച്ചാൽ തീർച്ചയായും കഴിയും. അദ്ദേഹത്തിന് ആ നിവേദനം ഒന്ന് മേടിച്ച് തുറന്ന് വായിച്ചെങ്കിലും നോക്കാമായിരുന്നു. അതാണ് വേലായുധൻ ചേട്ടനും പറഞ്ഞത്. അതൊന്ന് തുറന്ന് വായിച്ചെങ്കിലും നോക്കാമായിരുന്നു. പക്ഷെ അതുപോലും ചെയ്തില്ല എന്ന് അദ്ദേഹം സങ്കടത്തോടെ പറയുകയാണ്. സുരേഷ് ഗോപി അതുപോലും ചെയ്തില്ല. ഇനി സുരേഷ് ഗോപിക്ക് അത് മേടിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഓഫീസിന് കൈമാറാം. അവിടെ അദ്ദേഹത്തിന്റെ PA ഉണ്ടല്ലോ, ഇതൊന്ന് നോക്കൂ, എന്താണ് ചെയ്യാൻ കഴിയുക എന്ന് അദ്ദേഹത്തിന് പറയാമായിരുന്നു. ഇതൊന്നും സുരേഷ് ഗോപി പറഞ്ഞിട്ടില്ല. ഇനി ഇത് കളക്ടറിന് കൊടുത്തിട്ട് ഈ വിഷയത്തിൽ എന്താണ് ചെയ്യാൻ കഴിയുക എന്ന് പരിശോധിക്കാൻ കളക്ടറിനോട് പറയാം. ഇങ്ങനെ എത്ര വഴികളുണ്ട് ഒരു MP എന്ന നിലയിൽ. ഇതൊന്നും അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള നീക്കങ്ങളൊന്നും സുരേഷ് ഗോപി നടത്തിയില്ല എന്നുള്ളതാണ്. എന്താണ് സംഭവം? അതായത് ഒരു വീടിന് മുകളിലേക്ക് ഒരു തെങ്ങ് മറഞ്ഞു വീണു. അപ്പൊ ആ വീടിന് ചെറിയ കേടുപാട് സംഭവിച്ചു. അത് പരിഹരിക്കണമെന്ന് ആവശ്യപ്പെടുമെന്ന്, അതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ വേലായുധൻ ചേട്ടൻ സുരേഷ് ഗോപിയെ കാണാൻ വേണ്ടി അങ്ങോട്ടേക്ക് എത്തിയത്. പക്ഷേ നിരാശാജനകമെന്ന് പറയട്ടെ, സുരേഷ് ഗോപി MP ആട്ടി ഓടിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതായത് തെങ്ങ് വീണ് കേടുപാട് സംഭവിച്ച ഒരു വീട് പോലും ഒന്ന് നന്നാക്കി കൊടുക്കാൻ കഴിവില്ലാത്ത കഴിവ് കെട്ട ഒരു കേന്ദ്രമന്ത്രിയാണ്, ഒരു MP-യാണ് കലിംഗിന്റെ മുകളിൽ കയറിയിരുന്ന് പറയുന്നത്, ഈ നാട്ടിലെ എല്ലാ ആളുകളുടെയും പ്രശ്നം ഞാൻ പരിഹരിക്കും, നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം കേട്ട ശേഷം വേണ്ട രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും എന്ന് പറയുന്നത്. ഇതൊക്കെ വെറും നാടകമാണെന്ന് എന്തായാലും വേലായുധൻ ചേട്ടന്റെ സംഭവത്തോടു കൂടി തന്നെ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. മാത്രവുമല്ല, ഇപ്പൊ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുള്ളിലുള്ള അദ്ദേഹത്തിന്റെ വീട് സന്ദർശിച്ച് അവിടുത്തെ CPM-ന്റെ ജില്ലാ സെക്രട്ടറി അബ്ദുൽ ഖാദർ അടക്കമുള്ള ആളുകൾ ഇദ്ദേഹത്തിന് വീട് വെച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പൊ സുരേഷ് ഗോപി ചാടി വീണിരിക്കുകയാണ്. സുരേഷ് ഗോപി പറയുകയാണ്, വലിയ സന്തോഷമുണ്ട്, പക്ഷെ ആ പാർട്ടി കരുതിയിരുന്നു, ഞാൻ കുറെ ലിസ്റ്റ് അങ്ങോട്ട് ഞാൻ അയക്കുന്നുണ്ട്, ഇങ്ങനെ ഒരുപാട് വേലായുധൻ ചേട്ടന്മാരെ ഞാൻ പറഞ്ഞയക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് പുള്ളി പറഞ്ഞയച്ചിട്ട് ഒന്ന് വീട് പണിത് കൊടുക്കുന്നതാണെന്ന പ്രതീതി ഉണ്ടാക്കുകയാണ്. കണ്ടറിഞ്ഞു വന്നതാണ് CPM ആദ്യമായിട്ടൊന്നും അല്ല കേട്ടോ ഇങ്ങനെ വീട് പണിത് കൊടുക്കുന്നത്. CPM ഒരുപാട് വീട് പണിത് കൊടുത്തിട്ടുണ്ട്. 5 ലക്ഷത്തിന് മുകളിൽ വീടുകൾ ഇതുപോലെ പണിത് കൊടുത്തിട്ടുണ്ട്. ഭരണമില്ലാത്ത സമയത്തും പല ആളുകളെയും ഇതുപോലെ വീട് പണിത് കൊടുത്ത് സഹായിച്ചിട്ടുണ്ട്. അപ്പൊ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി തനിക്ക് സംഭവിച്ചിട്ടുള്ള കൈപ്പിഴ മറ്റുള്ളവരുടെ തലയിൽ വെച്ച് കെട്ടാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. ഇവിടെ കയ്യടി മേടിക്കാൻ വേണ്ടി ആകെ ഓടി നടക്കുന്നത് മിസ്റ്റർ സുരേഷ് ഗോപി മാത്രമാണ്. ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു കാര്യം എടുത്ത് പരിശോധിക്കുമ്പോൾ പൊതുവെ ഇയാൾ എന്താണ് ചെയ്യുന്നത്? വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന എല്ലാ സംഭവത്തിലും സുരേഷ് ഗോപി സന്ദർശിക്കാൻ വേണ്ടി ചെല്ലും. എന്നിട്ട് മതയെ കൂട്ടിച്ചേർത്തിയ വിഷയത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഒരു സന്തോഷമുണ്ട് കേട്ടോ, വീട് പണിതാൻ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് പ്രഖ്യാപനം നടത്തും. പുള്ളിയുടെ കുറെ PR വർക്ക് ചെയ്യുന്ന കുറെ നീലക്കുയിൽ, മഞ്ഞക്കുയിൽ, അങ്ങനെ കുറെ കുയിലുകൾ ഉണ്ടല്ലോ. ഇവരൊക്കെ ഈ സുരേഷ് ഗോപി ഈ ചെയ്ത സാധനത്തെ ഒരു 100ഓളം പേജിൽ ഇങ്ങനെ നിന്നങ്ങ് പമ്പ് ചെയ്യും. ഇത് കണ്ട് പാവ ആളുകൾ തെറ്റിദ്ധരിക്കും. അതുപോലെ തന്നെ BJP-ക്കാർ മുഴുവൻ പറഞ്ഞ് പാടി നടക്കും. സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു ജനപ്രതിനിധി, ഒരു MP, ഒരു BJP-ക്കാരൻ ഒരു വലിയ ദൈവമാണ്, എന്തോ സംഭവമാണ്, മാങ്ങാത്തൊലിയാണെന്നൊക്കെ പറഞ്ഞ് നടക്കും. ഈ കാണുന്ന ആളുകൾ മുഴുവൻ വിശ്വസിക്കും. ഇതൊക്കെ കണ്ട് സുരേഷ് ഗോപി അങ്ങനെ ഒരു നന്മമരമാണ് എന്ന് വിശ്വസിച്ച ഒരു പാവം വേലായുധൻ ചേട്ടനാണ് നിവേദനവുമായി ഇയാളെ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ മനസ്സിലായി, ഈ പാവത്തിനും കാര്യം മനസ്സിലായി, സുരേഷ് ഗോപി കണ്ട് കേട്ടറിഞ്ഞ പോലുള്ള ഒരു വ്യക്തിയൊന്നും അല്ല എന്ന് അദ്ദേഹത്തിന് നന്നായി തന്നെ ബോധ്യപ്പെട്ടു എന്നുള്ളതാണ്. ഒന്നല്ലെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഈ PR വർക്ക് ചെയ്ത് കുറെ ആളുകളെ കൊണ്ട് ഒരേ കഥ ഒരു 100 പേജിൽ ഡീപ്പിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അത് നിർത്തുക. അല്ലെങ്കിൽ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ആളുകളിലേക്ക് എത്തിക്കുക. അപ്പൊ ഈ ആളുകൾ മുഴുവൻ തെറ്റിദ്ധരിക്കപ്പെടാൻ കാരണമായത് ഈ പറയുന്ന കുറെ PR ഏജൻസികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാട്ടിക്കൂട്ടലുകളാണ്.
സത്യത്തിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഞാൻ പറയുകയുള്ളൂ. മനുഷ്യത്വത്തിന്റെ ഒരു കണികയെങ്കിലും ഇയാൾക്കുണ്ടായിരുന്നുവെങ്കിൽ നിലവിൽ ആ വയനാട് ദുരന്ത ബാധിതർക്ക് അവിടെ നമുക്കറിയാമല്ലോ, നമ്മുടെ ഉറ്റവരെയും മുടയവരെയും എടുത്തുകൊണ്ടുപോയ ആ ഉരുൾപൊട്ടലിൽ അവർക്ക് താങ്ങായി തണലായി ഈ പറയുന്ന സുരേഷ് ഗോപി നിന്നാനെ. അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിച്ചു കൊടുക്കാൻ നമ്മുടെ കേരളത്തിനൊപ്പം നിന്നാനെ. ഒരു 5 പൈസയുടെ മുട്ടായി മേടിച്ചു കൊടുത്തു ഈ സുരേഷ് ഗോപി. ആ സുരേഷ് ഗോപിയാണ് കലിംഗന്റെ മുകളിൽ കയറിയിരുന്ന് ഈ നാട്ടിലെ ആളുകളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുമെന്ന് പറയുന്നത്. ഇതിന് പിന്നിൽ ഒറ്റയ്ക്ക് ഒരു കാര്യമുള്ളൂ. ഞാൻ അന്ന് പറഞ്ഞതാണല്ലോ, ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഇറക്കിയിരിക്കുന്ന പുതിയ നാടകമാണ്. അഭിനയിക്കാൻ നല്ല കഴിവാണ് സുരേഷ് ഗോപിക്ക്, എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പൊ പുതിയ അഭിനയവുമായി രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാൻ വേണ്ടി BJPക്ക് സീറ്റുകൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി രംഗത്തിറങ്ങി ഇങ്ങനെ കുറെ നമ്പറുകൾ നടത്തുകയാണ്. പക്ഷെ എപ്പോഴും എല്ലാ കാലത്തും ഇതൊന്നും ക്ലച്ച് പിടിക്കണമെന്നില്ലല്ലോ. അങ്ങനെ ഒരു വേലായുധൻ ചേട്ടന്റെ ഒരു സംഭവം മൊത്തത്തിൽ ഈ കലിംഗ് രാഷ്ട്രീയത്തിന്റെ അടപ്പൂരി എന്നുള്ളതാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണേണ്ടതുണ്ട്. ഇയാൾ എന്താണ് പിന്നെ പറയുന്നത്? 14 ജില്ലകളിൽ ഞാൻ പോകും, എന്നെ ആർക്കും തടയാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ആരാണെന്നേ സുരേഷ് ഗോപിനെ തടയുന്നത്? ഇവിടുത്തെ LDF തടയുന്നുണ്ടോ? ഇവിടുത്തെ UDF നിങ്ങൾ തടയുന്നുണ്ടോ? നിങ്ങൾ ഒരു പാർട്ടിക്കാരും തടയുന്നില്ല. ഈ പറയുന്നത് പോലെ ഇവിടുത്തെ കോൺഗ്രസ്സുകാരും CPM-കാരും ഒന്നും നിങ്ങളെങ്ങും പോകണ്ടാന്നോ അല്ലെങ്കിൽ നിങ്ങളൊന്നും ചെയ്യണ്ടെന്നോ ഒന്നും പറയുന്നില്ല. ഇവരൊക്കെ ഒരുമിച്ച് പറയുന്നത് താങ്കൾ എന്തെങ്കിലും ചെയ്യൂ എന്നാണ് പറയുന്നത്. അതിനപ്പുറത്തേക്ക് വേറൊന്നും ഇവിടെ ആരും പറയുന്നില്ല. അതുപോലെ തന്നെ തീകോളം കെടുത്താൻ നോക്കണ്ടെന്ന് പറയുന്നത്. എന്ത് തീകോളം? ആരാണ് നിങ്ങളുടെ തീകോളം കെടുത്താനായിട്ട് ശ്രമം നടത്തുന്നത്? പനച്ചന്ദ്രന്റെ ചങ്കുറുപ്പുണ്ടെങ്കിൽ അത് സുരേഷ് ഗോപിക്ക് ഉണ്ട് എന്നൊക്കെ രീതിയിലുള്ള ചില ഡയലോഗുകളൊക്കെ കലിംഗിന്റെ മേളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കുറെ BJP-കാർ കൈയടിക്കുമായിരിക്കും. ഇത് കേട്ടിട്ട് ഞങ്ങൾക്ക് ചിരിയാണ് വരുന്നത്. മാത്രമല്ല, ഞാൻ സിനിമയിൽ നിന്ന് ഇറങ്ങാൻ എനിക്ക് മനസ്സില്ല എന്നൊക്കെയാണ് പറയുന്നത്. അതൊന്നും പറയേണ്ട കാര്യമില്ല സുരേഷ് ഗോപി. നിങ്ങൾ ഇപ്പോഴും സിനിമയിൽ തന്നെയാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. കുറെ സിനിമാ ഡയലോഗുകൾ വാരി വിതറിയത് കൊണ്ടോ കുറെ BGM വിട്ട് കുറെ പേജുകളിലൂടെ കുറെ PR വർക്ക് ചെയ്തുകൊണ്ടോ ഒന്നും ഒരു കാര്യമില്ല. നാട്ടിലിറങ്ങി ജനങ്ങളെ പൾസറിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിയണം. ഒരു സാധാരണക്കാരന്റെ മനസ്സുപോലും ആ ഒരു പ്രശ്നം പോലും പഠിച്ച് ആ പ്രശ്നത്തിൽ ഇടപെടാൻ പോലും താങ്കൾക്ക് കഴിയുന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് താങ്കളെ ഓർത്ത് പുച്ഛം തോന്നിപ്പോകുന്നതെന്ന് പറയാതെ വയ്യ. സത്യത്തിൽ സുരേഷ് ഗോപിയുടെ വാർത്ത ചെയ്യാൻ ഒരു താല്പര്യമില്ലാത്ത ഒരാളാണ് കേട്ടോ ഞാൻ. വേറെ ഒന്നുമില്ല, പലപ്പോഴും ആലോചിക്കും ഇയാളെ വാർത്ത ഇനി ചെയ്യണ്ട. കാരണം നിരവധി തവണ അദ്ദേഹത്തെ ഈ പറയുന്നത് പോലെ വിമർശിച്ച് നമുക്ക് തന്നെ നാണായി തുടങ്ങി. പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കാതിരിക്കുന്നത്? പ്രതികരണ ശേഷി എന്ന് പറയുന്ന സംഭവം ഉണ്ടായിപ്പോയില്ല. അതുകൊണ്ട് പറഞ്ഞു പോവുകയാണ്. സുരേഷ് ഗോപി എന്ന് പറയുന്ന ഇയാൾ MP ആയ ശേഷം കേരളത്തിന് ഒരു രീതിയിലുള്ള ഗുണം ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ല. എയിംസ് അടക്കമുള്ള സംഭവങ്ങളൊക്കെ വരും എന്ന് പറഞ്ഞു. പിന്നെ എയിംസ് ഒന്നും ഈ ഇടക്കാലത്തൊന്നും എത്തില്ല എന്നുള്ള വസ്തുത നമ്മളൊക്കെ മനസ്സിലാക്കുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ താൽക്കാലിക ലാഭത്തിന് വേണ്ടി തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഏതെങ്കിലും ഒക്കെ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് 4, 3, 7 വോട്ട് മേടിക്കാം എന്നതിനപ്പുറത്തേക്ക് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഈ ഒരു നേതാവിനെയും കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ ഈ കലിംഗ് സൗഹൃദവുമായി ബന്ധപ്പെട്ട് ഇയാൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പഠിച്ചുകൊണ്ട് അതിലിപ്പോ ഒത്തുതീർപ്പുണ്ടാക്കും എന്നാണ് പറയുന്നത്. കട്ട പഞ്ചായത്ത് പഴയ കാലഘട്ടത്തിലേക്ക് നടത്തുകയാണ്. ഈ പ്രമാണികളൊക്കെ കുറച്ചുപേര് ഇങ്ങനെ ഇരുന്നിട്ട് കുറെ പാവങ്ങളുടെ കാര്യങ്ങളൊക്കെ കേട്ട് ഒരു തീർപ്പ് കൽപ്പിക്കുന്ന സമ്പ്രദായത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമം നടത്തുകയാണ്. ഇയാളൊക്കെ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. പോട്ടെ, ഇനിയിപ്പോ ഇങ്ങനെ ഒരു സംഭവം നടത്തിയെന്ന് തന്നെ ഇരിക്കട്ടെ, അത് കേൾക്കാനുള്ള ഒരു മനസ്സ് കാണിക്കണ്ടേ? അതില്ല. അപ്പൊ സ്വാഭാവികമായും സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി കലിംഗ് സൗഹൃദം എന്ന് പറയുന്ന പരിപാടിയുമായി രംഗത്തേക്ക് വന്ന് പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് എന്റെ സ്റ്റാൻഡ്. സത്യത്തിൽ ഇദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം അറിയാവുന്ന പണി ചെയ്യുക എന്നുള്ളതാണ്. സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിക്ക് അദ്ദേഹം കേന്ദ്രമന്ത്രിയായ ശേഷം നിരവധി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചിരുന്നു കേട്ടോ. കാരണം ഇയാളുടെ PR വർക്കൊക്കെ എങ്ങനെയായിരുന്നല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പൊ എന്തോ മല മറയ്ക്കും എന്ന് വിചാരിച്ചു. പക്ഷെ ഒരു മറക്കലും ഉണ്ടായില്ല. നിലവിൽ കേരളത്തിന് ദ്രോഹമല്ലാതെ വേറൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും സുരേഷ് ഗോപി എന്ന് പറയുന്ന ഈ നടൻ ഇനിയും ഇതുപോലുള്ള സിനിമാ ഡയലോഗുകൾ പറഞ്ഞ് നമുക്കിടയിൽ തന്നെ ഉണ്ടാകും. മാത്രമല്ല ഓരോ കാലഘട്ടത്തിലും അദ്ദേഹത്തിന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കൊക്കെ അനുസരിച്ച് രാഷ്ട്രീയം മാറാനും രാഷ്ട്രീയം പറയാനും ഒക്കെ ഒരു മടിയില്ലാത്ത വ്യക്തിയാണ്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, പണ്ട് കരുണാകരനെ പറ്റിയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നത്. ഭയങ്കര പൊക്കി പുകഴ്ത്തിയൊക്കെ അടിച്ച് നടന്നുകൊണ്ടിരുന്നതാണ്. പിന്നെ ആ പാർട്ടിയിൽ നിന്ന് പോന്നു. പിന്നെ കുറച്ചാള് EP ജയരാജനെ അവരെയൊക്കെ പൊക്കി അടിച്ചുകൊണ്ട് കുറച്ച് നാൾ നടന്ന് ഇപ്പൊ BJP-യിൽ എത്തി BJP-നെ പൊക്കി അടിച്ചുകൊണ്ട് നടക്കുകയാണ്. അപ്പോ അവസരത്തിനനുസരിച്ച് എന്തായാലും നാടകം കളിക്കാനും സുഖിപ്പിക്കാനും ഒക്കെ നന്നായി അറിയാവുന്ന ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി എന്ന് പറയേണ്ട കാര്യമില്ല. അപ്പൊ സുരേഷ് ഗോപിയുടെ അഭിനയമൊക്കെ നടക്കട്ടെ. പക്ഷേ ഇമാതിരി തപ്പാടിത്തരമൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രതികരിച്ചുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.